മോഹൻലാൽ ആറാടുകയാണ്. ഈ വാക്കുകൾ ഏറ്റവും ഉചിതം പറയുന്നത് ഇപ്പോഴല്ലേ? നമസ്കാരം. 2024 മലയക്കോട്ടെ വാലിബനും മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ബാറോസും ഒക്കെ ഇറങ്ങി അങ്ങ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയം ഓർമ്മയുണ്ടാകും. 2024 ന്യൂ ഇയർ സമയമൊക്കെ ആയപ്പോൾ, അതായത് 2025 ജനുവരി 1 വരെ മോഹൻലാൽ എയറിലായിരുന്നു. മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ എവിടെയാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ആ ചോദ്യം നമ്മൾ തുടരും എന്ന റിലീസിന് ശേഷം ഉണ്ടായ വമ്പൻ ഹിറ്റിന് ശേഷം ചോദിച്ചതാണ്. അതിനുശേഷം പിന്നെ അവരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നില്ല. എമ്പുരാൻ എന്ന സിനിമ റിലീസിന് മുന്നേ തന്നെ വലിയൊരു വിജയമായി മാറുകയും ചെയ്തിരുന്നു. പക്ഷേ റിലീസിന് ശേഷം അതിൻ്റെ ചിത്രത്തിന് കളക്ഷൻ ഇടുവൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം തുടരും വന്നതോടുകൂടി മലയാളം ഇൻഡസ്ട്രിയിൽ 500 കോടി രൂപ മോഹൻലാൽ എന്നൊരൊറ്റ നടൻ സംഭാവന ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരാൾക്കും അതിൻ്റെ 7 അയലത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം കൂടി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ സംവിധാനത്തിൽ രതീഷ് രവി തിരക്കഥ എഴുതിക്കൊണ്ട് മോഹൻലാൽ ഒരു പുതിയ സിനിമ വരാൻ പോവുകയാണ്. മോഹൻലാലിൻ്റെ തന്നെ 365ാമത്തെ ചിത്രമായിട്ടാണ് എത്തുന്നത്. മോഹൻലാൽ ഒരു പോലീസ് വേഷത്തിൽ എത്തുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 12th മാൻ എന്ന സിനിമയിൽ മോഹൻലാൽ പോലീസ് വേഷത്തിൽ എത്തിയിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് യൂണിഫോം ഒന്നും ധരിച്ചുകൊണ്ടുള്ള പോലീസ് ആയിരുന്നില്ല. അത് മോഹൻലാലിന് താടിയൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മോഹൻലാൽ താടി വടിക്കുമോ എന്നുള്ളതാണ്. കാരണം പോലീസ് ആണെങ്കിൽ താടി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ശബരിമലയിൽ മാലയിട്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം. അങ്ങനെ ട്രോളുകളൊക്കെ ഉയരുന്നുണ്ട് ഒരു ഭാഗത്ത്.